നമസ്കാരം. എല്ലാവർക്കും ഭാഗ്യാസ് ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വൈറ്റ് ഞാവൽ എന്ന ഫ്രൂട്ടാണ് പരിചയപ്പെടുന്നത് കേട്ടോ. ഇതാണ് വൈറ്റ് ഞാവൽ, വെള്ള നിറത്തിലുള്ള ഞാവൽപ്പഴം. ഇത് സീഡില്ലാത്ത ഒരു വെറൈറ്റി ഞാവൽപ്പഴമാണ് കേട്ടോ. ഇത് ഇവിടെ വലിയ ഒരു ഡ്രം കട്ട് ചെയ്തിട്ട് അതിൻ്റെ പകുതി ഭാഗത്തിലാണ് ഈ ഒരു തൈ നട്ടിരിക്കുന്നത്. 3.5 വർഷത്തോളം പാകമായിട്ടുള്ള തൈയാണ് കേട്ടോ അത്. ഇതിൽ ഈ തവണ ഒരു 50ഓളം കൊലകൾ പിടിച്ചിട്ടുണ്ട്. ഇത് ഈ വേനൽക്കാലത്താണ് ഇത് പൂവിട്ടിട്ട് കായാവണ സീസൺ. ഇത് കണ്ടോ, ഇങ്ങനെയാണ് വരിക. ഇത് നല്ല ടേസ്റ്റാണ്. നമ്മുടെ വെള്ളമുന്തിരി കഴിക്കണ പോലെ തന്നെയാണ് കേട്ടത്. ഇത് കുരുവില്ലാത്ത സീഡ്ലെസ് ആയിട്ടുള്ള വൈറ്റ് ഞാവലാണ്. ഇത് ഒന്നുകൂടെ പാകാവാനുണ്ട്, കുറച്ചുകൂടെ വലുപ്പം വരും. ഇങ്ങനെ ഇതും ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് വരും, എന്നിട്ട് ഒന്നുകൂടെ വലുതാവും. അതാണ് അതിൻ്റെ കടിക്കാനായിട്ടുള്ള പാകം. ഇത് വൈറ്റ് ഞാവലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാവലിനെ പോലെ തന്നെ നല്ല പോഷക സമൃദ്ധിയായിരുന്ന ഒരു ഇനം ഫലമാണിത്. ഷുഗർ പേഷ്യൻസിനൊക്കെ കഴിക്കാൻ വളരെ ഉത്തമമായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ഞാവൽപ്പഴം. ഞാവൽപ്പഴത്തിൻ്റെ എല്ലാ ഗുണങ്ങളും തന്നെ വൈറ്റ് ഞാവലിനും ഉണ്ട്. ഇതിൽ കുരു ഇല്ലാത്തത് കൊണ്ട് നമുക്ക് കഴിക്കാനായിട്ട് കുറച്ചും കൂടി രസമാണ്. ശരിക്കും ഇതിന് ഞാവൽപ്പഴത്തിൻ്റെ ആ ഒരു കാറിച്ചുണ്ടല്ലോ, ഒരു കറയുടെ ഒരു ടേസ്റ്റ്, അത് ഇതിന് കുറവാണ്. നല്ല പാകമായി കഴിഞ്ഞാൽ നല്ല മധുരം. ശരിക്കും ഞാവൽപ്പഴമാണെങ്കിലും മുന്തിരി കഴിക്കണ ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അത്ര കാര്യമായിട്ടുള്ള പരിചരണങ്ങളൊന്നും ഇതിന് ആവശ്യമില്ല. 6 മാസത്തിലൊരിക്കലൊക്കെ എന്തെങ്കിലും ജൈവവളം ചെയ്താൽ മതി. നമ്മുടെ വീട്ടിലെ കിച്ചൺ വേസ്റ്റിലെ ജൈവ സ്ലറി കൊടുത്താൽ മതി. അല്ലെങ്കിൽ പിന്നെ നടണ സമയത്ത് ഇതിന് അടിവളമായിട്ട് ചാണകപ്പൊടിയും എല്ലുപൊടിയും ചേർത്തിട്ടുള്ള മിശ്രിതമൊക്കെ നട്ടിട്ടുണ്ട്. ഇത് നമ്മൾ നട്ടിരിക്കുന്നത് മണ്ണും ചാണകപ്പൊടിയും ചേർത്തിട്ടുള്ള മിശ്രിതത്തിലാണ്. ഇതിൽ നമ്മൾ ഊമി ഉപയോഗിച്ചിട്ടില്ല. നമ്മൾ ഊമി ഉപയോഗിച്ച് തുടങ്ങിയത് ഈ അടുത്തിടയ്ക്കാണ്. അത് കാരണം ഇതിന് കുറച്ച് വെയിറ്റുള്ള ഒരു ചെടിയാണ് കേട്ടോ. ഊമിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ചട്ടിയുടെ ഭാരം നല്ലോണം കുറയും. വേരോടാനും അത് നല്ലതാണ് ഊമി ചേർക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെ ഒരുവിധം പാകമായിട്ടുള്ളൊരു കായുണ്ട്. ഇത് പൊട്ടിച്ചിട്ട് ഇതെങ്ങനെയുണ്ടെന്ന് കാണാം. അപ്പോൾ ഈ ഒരു കായ നമ്മൾ പൊട്ടിച്ച് നോക്കുകയാണ് കേട്ടോ. ഇതിലും കുറച്ചുകൂടെ വലിപ്പം വരും. ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ഇതിൻ്റെ ഉള്ളിൽ കുരുവില്ല. കുരു ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ ഇത് കഴിക്കാൻ നല്ല രസമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വൈറ്റ് ഞാവലായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ.